ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞങ്ങൾക്കൊരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് ലൈവായിട്ടുള്ള സെഷനിൽ കയറാൻ പറ്റില്ല. അത് ഞങ്ങളുടെ വെളുപ്പിന് 4 മണിക്കാണ്. പക്ഷേ ഞാനത് പല പല ഘട്ടങ്ങളായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കുറച്ച് നേരം കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ അത് വാച്ച് ചെയ്തു. എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷണലായിട്ട് തോന്നി. അതിനകത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോട്ടിവേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ മാത്രം കൊണ്ട് കാര്യമാകത്തില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് എനിക്ക് അത്ര ഒരു എനർജി ഒന്നും ഇല്ല. സ്റ്റീറോയിഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. കിടക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഞാൻ ഓർത്തു അങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. എനിക്ക് എനിക്ക് ബെറ്റർ ആകണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യമേ ഒരു ടബിൽ നല്ല ചൂടുവെള്ളത്തിൽ എപ്സം സോൾട്ട് ലാവൻഡറും ഇട്ടൊരു ബാത്ത് എടുത്തു. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പം നമ്മൾ ആദ്യമേ ആ ഒരു ടബിലേക്ക് കയറി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് എപ്പോഴും ഞാൻ ആദ്യം അതിലേക്ക് വെക്കുമ്പോൾ ഞാൻ ആദ്യമേ എനിക്ക് ബീങ് ഗ്രേറ്റ്ഫുൾ, അതായത് ഇവിടെ വരാൻ ദൈവം സഹായിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വയ്യാത്തൊരവസ്ഥയിൽ നമുക്കത് ചെയ്യാനുള്ളൊരു സാഹചര്യം എല്ലാവർക്കും ഇല്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. പിന്നെ അടുത്തായിട്ട് എനിക്ക് ഈ വെളിയിലിറങ്ങി റോസയും ചെടിയൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നോക്കിയാൽ എൻ്റെ റോസ എല്ലാം ഇങ്ങനെ ചീത്തയായി, അതായത് കട്ട് ചെയ്യാറായിട്ട് നിൽക്കും. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കരിഞ്ഞതിനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ല നല്ല ബഡ്സ് വരും. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അത് ഇനി നന്നായിട്ട് കുറച്ചുകൂടെ തഴച്ച് വളരും. അതായത് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? പതിവായിട്ട് അതിനെ നോക്കണം, അതിനെ കെയർ ചെയ്യണം, അതിനെ മൊട്ട് വന്നത് കരിഞ്ഞ് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പ്രാണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഇച്ചിരി നീം ഓയിൽ അടിക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട സമയത്ത് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ഈ ഓൺലൈൻ ബിസിനസ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ദൈവമായിട്ട് എന്നെ കൊണ്ടെത്തിച്ചതാണ്. അപ്പം ഞാൻ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അപ്പോൾ ചില ദിവസങ്ങളിൽ എൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം എനിക്കിത് ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ ഇരിക്കും. പക്ഷേ എന്നാലും ഞാൻ കിടന്നുകൊണ്ടാണേലും അതിനകത്ത് നമുക്ക് ഒത്തിരി റിസോഴ്സസ് ഉണ്ട്, അതൊക്കെ കേൾക്കും. പിന്നെ പലരുടെ ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ നമ്മൾ പല വേർഷൻസ്, പല പാഠങ്ങൾ പഠിക്കും. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ, അതായത് ഇപ്പം തന്നെ ഞാൻ തന്നെ ചിന്തിക്കും, അയ്യോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത്? മറ്റുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ചുറ്റിലുള്ളവരെല്ലാം ആരോഗ്യമായിട്ടിരിക്കുന്നു, എനിക്കെന്താ ദൈവം ഇങ്ങനെ ഒരു ശരീരം തന്നതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കും. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാമോ? ബി താങ്ക്ഫുൾ. ഞാൻ കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കുന്നു. എനിക്ക് വയ്യാത്തപ്പോൾ എനിക്ക് ലീവ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, എനിക്ക് വേറൊരു മാർഗ്ഗം ദൈവം കാണിച്ചു തന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുമൊക്കെ അങ്ങനെയാണോ? നിങ്ങളുമൊക്കെ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആയിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.